യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തിരുത്താനുള്ള എത്രയോ സന്ദർഭങ്ങൾ കൊടുത്തിട്ടും അവൾ അവജ്ഞയോട് തള്ളിക്കളഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയതായത്. പ്രിയയുടെ കാര്യം വിട്ടേക്കച്ച. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും പൂജയുടെ കാര്യത്തിൽ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും മുഴുവനായിട്ട് തീർന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതിനൊരു പരിഹാരം തേടിയാ. എന്താ മക്കളെ? ഞാൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നില്ലേ? നന്ദനങ്ങളും ആന്റിയും തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടച്ച. അതിന്റെ പിന്നിൽ ആ കമ്മീഷണറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് പ്രധാനം. കമ്മീഷണറുമായോ? അതെ, കമ്മീഷണർ ഹേമേന്ദ്രനുമായി. അരുണുമാൻറ്റി തിരികെ വീട്ടിലേക്ക് വരാൻ മടി കാണിച്ചതിന് പിന്നിൽ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ എന്തോ വലിയൊരു വിഷയമുണ്ട്. അന്ന് കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് ആന്റി വന്ന് കയറിയ ദിവസം എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോ ആ കമ്മീഷണർ അങ്ങോട്ട് കയറി വന്നു, ആകെ അലമ്പാക്കി. പഴയ ആക്സിഡന്റിന് പിന്നിൽ യഥാർത്ഥത്തിൽ അയാളാണെന്നും ശങ്കറും സേനാപതിയൊക്കെ വെറും കരിക്കള് മാത്രമായിരുന്നു എന്നൊക്കെ അയാൾ വിളിച്ചു പറഞ്ഞു. ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ പോയത്. അന്ന് ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കാതെ അങ്കിളും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛമ്മയുടെ മകളായും പൂജയുടെ അമ്മയുമായി മാത്രമായിരിക്കുമെന്നാണ് ആന്റി പറഞ്ഞത്. അതിനുശേഷം അമ്മയോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. ആ കമ്മീഷണർ ഒരിക്കലും ഞങ്ങളെ കുടുംബമായി ജീവിക്കാൻ വിടില്ല എന്നും അതുകൊണ്ടാണ് അമ്മ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞെന്നും എന്നോട് പറഞ്ഞു അമ്മ. ഒരിക്കൽ തകർക്കാൻ ശ്രമിച്ച കുടുംബം ഇല്ലാതായതിന്റെ സന്തോഷത്തിലായിരുന്നു ഇക്കാലം അത്ര അയാള്. അങ്കിളുടെ കുടുംബം തകർക്കുക എന്ന് മാത്രമാണ് അയാൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം? അന്നത്തെ ആ ആക്സിഡന്റ് സമയത്ത് റൂറൽ SP ആയിരുന്നു ഹേമചന്ദ്രൻ. പൂജ അന്ന് കിട്ടിയവർ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇയാളുമായിട്ട് പോയിട്ടുണ്ട്.